മുകേഷ് വിവാദം കത്തി നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഉണ്ട്. പെൺ വിവാദത്തിൽപ്പെട്ട് MLA കുപ്പായം തച്ചുടയ്ക്കപ്പെട്ട ചിലരുടെ കഥകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ ആദ്യത്തെ ഇര PT ചാക്കോയായിരുന്നു. കേരള രാഷ്ട്രീയത്തെ പ്രകമ്പനം കൊള്ളിച്ച ആ കഥയിലേക്ക്. ഒരു വലിയ പൊട്ട് MLA സ്ഥാനം തെറിപ്പിക്കുമോ? തെറിപ്പിക്കും എന്നാണ് ഉത്തരം. CPIയുടെ മുഖപത്രമായ ജനയുഗത്തിന്റെ രജത ജൂബിലി ആഘോഷം കൊല്ലത്ത് വെച്ച് നടക്കുന്നു. ആ ആഘോഷവേളയിൽ ആ പത്രത്തിന്റെ മുഖ്യ പത്രാധിപർ കാമ്പിശ്ശേരി കരുണാകരൻ ആ ആഘോഷവേളയിൽ കൂടിയ പത്രപ്രതിനിധികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടേതൊരു പാർട്ടി പത്രമാണ്. ആ ലൈനിൽ നമ്മൾ ഒരുപാട് കാര്യം ചെയ്തു. PT ചാക്കോ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാർ ഒരു കൈവണ്ടിയിൽ ഇടിച്ച് അപകടം ഉണ്ടായി എന്ന് നമ്മൾ വാർത്ത കൊടുത്തു. അതിലൂടെ നമ്മൾ പലതും നേടുകയും ചെയ്തു. കാമ്പിശ്ശേരി കരുണാകരന്റെ ആ വാക്കുകൾ ഒരു പത്രപ്രവർത്തകന്റെ പശ്ചാത്താപമായിരുന്നു. ആ കുറ്റസമ്മതം കേൾക്കാൻ ഇരയായ PT ചാക്കോ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. രാഷ്ട്രീയത്തിൽ നിന്നല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ അദ്ദേഹം വിടവാങ്ങിയിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ അതിശക്തനായ ഒരു പോരാളിയുടെ, ഒരു മുന്നണി നേതാവിന്റെ പതനത്തിന്റെ കഥയായിരുന്നു അത്. ഗൂഢാലോചനയും ഉപജാപവും കുതികൽവെട്ടും വഞ്ചനയും കൂട്ടിക്കലർന്ന, സമാസമം കൂട്ടിക്കലർത്തിയ ഒരു വൻ ചതിയുടെ കഥയായിരുന്നു അത്. അതെ, കേരളം കണ്ട ആദ്യ സദാചാര ഗുണ്ടായിസത്തിന്റെ ആദ്യത്തെ രാഷ്ട്രീയ ഇരയായിരുന്നു അദ്ദേഹം. 1962 R ശങ്കർ മന്ത്രിസഭയിലെ രണ്ടാമനും വിമോചന സമര പോരാളിയുമായിരുന്ന PT ചാക്കോയായിരുന്നു കഥയിലെ വില്ലൻ. PTയുടെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ച വിവാദമായ പീച്ചി യാത്രയുടെ തുടക്കം ഇങ്ങനെയായിരുന്നു. 1963 ഡിസംബർ 8 പീച്ചി ഇറിഗേഷൻ റെസ്റ്റ് ഹൗസ് ലക്ഷ്യമാക്കി പോയിരുന്ന PT ചാക്കോയുടെ കാറ് തൃശൂര് ലൂർദ് മാതാ പള്ളിക്ക് മുൻവശം വെച്ച് ഒരു കൈവണ്ടിക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയും വണ്ടി നിർത്താതെ പോവുകയും ചെയ്യുകയുണ്ടായി. ഉന്തുവണ്ടിക്കാരൻ തൊട്ടടുത്തുള്ള കാനയിലേക്ക് വീണു. എന്നാൽ ഇടിയെ തുടർന്ന് കാർ നിർത്തുകയുണ്ടായില്ല. എന്നാൽ പെരുന്നാൾ കൂടിയിരുന്ന കുറച്ചാളുകൾ PTയുടെ കാർ തിരിച്ചറിയുകയും അതിനുള്ളിൽ PT ആണെന്ന് അറിയുകയും ചെയ്തു. കൂടാതെ മറ്റൊരു കാര്യം കൂടി അവർ കണ്ടുപിടിച്ചു. PTയോടൊപ്പം വലിയ സൺഗ്ലാസ് വെച്ച് വട്ടപ്പൊട്ട് തൊട്ട് ഒരു സ്ത്രീ കൂടി യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു എന്നായിരുന്നു അത്. അപകട സ്ഥലത്ത് നിർത്താതിരുന്ന ആ കാർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. എന്നാൽ ഇതിനോടകം കാറിനുള്ളിൽ വലിയ സൺഗ്ലാസ് വെച്ച് വട്ടപ്പൊട്ട് തൊട്ട ഒരു സ്ത്രീ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. അതിന്റെ അലയൊലികൾ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം വരെ എത്തി. അപകടം മണത്ത PT കോട്ടയം വാഴൂർ ഉള്ള വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയെ കാറിൽ കയറ്റി വലിയ സൺഗ്ലാസും പൊട്ടുമൊക്കെ തൊടിവിച്ച് തൃശ്ശൂര് മുഴുവനും ചുമ്മാതെ കറങ്ങി നടന്നു. കാറിൽ ഉണ്ടായിരുന്നത് സ്വന്തം ഭാര്യയാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. വിവാദങ്ങളുടെ ഘോഷയാത്രയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. എന്നാൽ ഈ സമയം കൊണ്ട് പത്രമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പത്രങ്ങളെല്ലാം ഈ കാര്യമെല്ലാം ഏറ്റെടുത്തിരുന്നു. മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന വലിയ പൊട്ടുതൊട്ട സൺഗ്ലാസ് വെച്ച സ്ത്രീ ആരായിരുന്നു എന്നന്വേഷിക്കലായിരുന്നു ആ സമയത്തെ പത്രമാധ്യമങ്ങളിൽ വെണ്ടയ്ക്ക വലിപ്പത്തിൽ നിരന്നിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ PTയുടെ പീച്ചി യാത്ര തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴേക്കും MLA സ്ഥാനം തെറിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരുന്നു. മന്ത്രിയുടെ രാജിക്ക് വേണ്ടി പ്രഹ്ലാദൻ MLA സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പാർട്ടിയിലും മന്ത്രിസഭയിലും കടുത്ത വിവാദങ്ങൾ ആളിക്കത്തി. അംഗങ്ങൾ ചേരിതിരിഞ്ഞ് തുടരെ പ്രസ്താവനകൾ ഇറക്കി. 1963 ഫെബ്രുവരി 20 PTക്ക് ധാർമ്മികമായി രാജിവെക്കേണ്ടി വന്നു. പക്ഷേ അങ്ങനെ രാജിവെക്കേണ്ടി വന്നെങ്കിലും അദ്ദേഹത്തെ കുറിച്ച്
ഒരു സ്ത്രീ പീഡന കേസ് പരാതി പോലും ഒരു സ്റ്റേഷനിലും ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കാമ്പശ്ശേരി പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ?